ഹലോ ഗൈസ്, ഞാൻ വന്നിരിക്കുന്നത് വെച്ചാൽ ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ്. ഇന്ന് നമ്മൾ കൊടുത്തിരിക്കുന്നത് വെച്ചാൽ SKയുടെ ഒരു മൗസാണ്. ഈ ഒരു മൗസ് ഇതൊരു കസ്റ്റമൈസബിൾ മൗസാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ മോഡൽ നമ്പറാണ് EM200 ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത 12,000 DPI വരെ ഇതിൻ്റെ സപ്പോർട്ട് ചെയ്യും. RGB കൺട്രോൾ ചെയ്യാൻ പറ്റും. മാഗ്നറ്റിക് കവറാണ്. അതെന്താണ് ഞാൻ പറഞ്ഞുതരാം. ട്യൂണബിൾ വെയിറ്റ്, നമുക്ക് ഇതിൻ്റെ വെയിറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാം. പിന്നെ നല്ല കംഫർട്ടാണ് സാധനം. ഇതിൻ്റെ ഒരു നമ്മൾ കഴിഞ്ഞതാണ്. ഇതിൻ്റെ സംഭവം ഞാൻ കാണിച്ചു തരാം. ഇതെന്താണെന്ന് അപ്പോൾ എന്താ നിങ്ങൾ കാണുക. അൺബോക്സിങ് കണ്ടല്ലോ. അപ്പോൾ അതിലൊരു സംഭവങ്ങൾ കണ്ടില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ കിട്ടണമെന്ന് വെച്ചാൽ എക്സ്ട്രാ വരുത്. ഇതാണ് നമ്മൾ അതിൽ കിട്ടിയ സമയത്ത് ഉണ്ടായിരുന്നത്. ഞാനത് റീപ്ലേസ് ചെയ്ത് ബ്ലാക്ക് ആക്കി, ഫുൾ ബ്ലാക്ക്. എനിക്ക് കാണാൻ ഫുൾ ബ്ലാക്കാണ്. നമുക്കിത് വേണമെങ്കിൽ ഇതിനെ ഊരാനും പറ്റും. ഇതൊരു മാഗ്നറ്റിക് കൺട്രോളിൻ്റെ ഉള്ളിലാണ്. കണ്ടോ, മാഗ്നറ്റാണ്. കണ്ടോ, ജസ്റ്റ് ഒരു മാഗ്നറ്റ് ഒന്ന് പൊക്കുക, സാധനത വരും. ഒരു ഹുക്ക് പോലെയാണ് കേട്ടോ. പക്ഷേ ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പറഞ്ഞാൽ ഇതിൻ്റെ അടിയിലൊരു സംഭവമുണ്ട്. ഇത് ഇങ്ങനെ എടുക്കാം. ഇത് പറഞ്ഞാൽ നമ്മളെ വെയിറ്റ്, ഇതിൻ്റെ വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സാധനമാണ്. നമുക്ക് ഇതിൻ്റെ വെയിറ്റ് നമുക്ക് എത്ര വേണം കൂട്ടാം, കുറക്കാനൊക്കെ പറ്റും. ഇതിൻ്റെ ഓരോ പാർട്സായിട്ട് എടുത്ത് പുറത്തേക്ക് ഇറക്കി എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇതിങ്ങനെ ഇതിന് പഞ്ച് ഔട്ട് ചെയ്തെടുക്കാൻ പറ്റും തോന്നുന്നു. ഓക്കെ, പിന്നെ അത് തൊട്ടിട്ട് എടുക്കാൻ, ബിക്കോസ് ഇതൊരു മാഗ്നറ്റാണ് സംഭവം. ഇതൊരു ലിറ്ററലി ഒരു മാഗ്നറ്റാണ്. ഇതിൻ്റെ ഈ ഒരു വെയിറ്റ്, ഇതാണ് ഇതിൻ്റെ വെയിറ്റ് കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ വെക്കുക, സ്ലൈഡ് ചെയ്യുക, അപ്പോൾ വെയിറ്റ് വർഷം കൂടി. DPI കൺട്രോൾ ചെയ്യാൻ 2 സ്വിച്ചസ് ഇവിടെ ഉണ്ട്. ഓക്കെ, പിന്നെ ഇത് വേണമെങ്കിൽ നമുക്ക് വൈറ്റ് ആക്കണമെങ്കിൽ ഞാൻ ആ വൈറ്റിന് നോക്കുക. ഉണ്ടാവും ജസ്റ്റ് അങ്ങ് വെച്ചാൽ അപ്പോൾ തന്നെ സാധനം ടിക്കാണ് കയറി. പിന്നെ ഇവിടെ ഒരു ഇത് ഉണ്ടോ. പിന്നെ നമ്മളെ കയ്യിന് കംഫർട്ടാണ്, നല്ല സുഖമാണ്. നമ്മുടെ കയ്യിന് പറ്റിയ ഒരു സാധനമാണ്. ഒരു FPS ഗെയിമിങ്ങിനൊക്കെ ഗെയിമിംഗ് മൗസാണ്. ഓക്കെ, പിന്നെ ഇതിന് സൈഡിലായിട്ട് ഇവിടെ ഒരു സൈഡിലായിട്ട് RGB ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. RGBൻ്റെ ഇത് സിമ്പിൾ ഷേപ്പ്. നമുക്ക് വൈറ്റ് വേണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പിടിച്ച് പൊക്കുക. ഇവിടെ ഒരു പൊക്കാനുള്ള സാധനമുണ്ട്. അതൊരു കണ്ട, ഈ ഒരു സ്ക്രൂ കണ്ടോ. ഈ 2 സ്ക്രൂ ആണ് ഇതിൻ്റെ താഴത്ത്. ഇവിടെ ഒരു മാഗ്നറ്റ് ഉണ്ട്. ഇത് ഈ 2 മാഗ്നറ്റും ഒക്കെ അറ്റാച്ച് ആവും. അത് വെച്ച് കഴിഞ്ഞാൽ നേരെ അങ്ങ് സ്ലൈഡ് അതിലോട്ട് വെക്കും കേട്ടോ. എന്നുവെച്ചാൽ ഈ RGB കളേഴ്സ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. നല്ല സ്മൂത്ത്, നല്ല സുഖമുണ്ട് കേട്ടോ, കംഫർട്ട് ഉണ്ട് ഇത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഇനി മുതൽ ഇതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് എത്ര രൂപയാണ് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. SKയുടെ വെബ്സൈറ്റിൽ ഇത് അവൈലബിൾ ആണ്. അതല്ല നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് വാങ്ങണമെങ്കിലും അതിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതൊരു ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗെയിമിംഗ് മൗസാണ്. ഇതിൻ്റെ മുകളിൽ വേറെ ഇതിൻ്റെ ഹയർ വെർഷൻ ഉണ്ട് കേട്ടോ. SKയുടെ ഹയർ വെർഷൻ സാധനമുണ്ട്. അതിൻ്റെ താഴത്ത് തന്നെ അതാണ്. ഇത് E200 ആണ്. അതിൻ്റെ മുകളിൽ വേറൊരു വെർഷൻ കൂടെ ഉണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പോയിട്ട് വാങ്ങാം. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടിൽ ദാൻ റാൻഡം സൈനിങ് ഓഫ് പീസ്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ 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 ബൈ.